ഒരു ചെറിയ കണ്ടന്റ്, ഏതെങ്കിലും ഒരു വാക്ക്, ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ഈ രാജ്യത്തെ മതങ്ങൾക്കെതിരെ, മുസൽമാനെതിരെ, ഹിന്ദുവിനെതിരെ, ക്രൈസ്തവനെതിരെ, ബുദ്ധനെതിരെ, ജൈനനെതിരെ, പാഴ്സിക്കെതിരെ നിങ്ങൾക്കൊന്ന് ഞങ്ങളുടെ റിപ്പോർട്ടുകളിൽ നിന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റുമോ? പറ്റില്ലടോ. RSSനെതിരെ ശബ്ദിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റും. BJPക്കെതിരെ ശബ്ദിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഒരു മതത്തെയും ഞങ്ങൾ ഇന്നിതുവരെ അവഹേളിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളുടെ റിപ്പോർട്ടുകളിൽ നിന്ന് അത് കാണിച്ചു തരുമോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആയിരങ്ങളല്ല പതിനായിരങ്ങളായിട്ടുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾ കാണിച്ചു തരാം. കാരണം നിങ്ങളുടെ പണി തന്നെ അതാണ്. ജനം ടിവിക്ക് വളരെ വ്യക്തമായ മറുപടി ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ആ മറുപടി അവർക്ക് കൊള്ളേണ്ട രീതിയിൽ തന്നെ കൊണ്ടിട്ടുമുണ്ട്. ജനം ടിവിയെ ഏറ്റുപിടിച്ച് ആ വാർത്ത അതേപടി കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് അവതരിപ്പിച്ച നമോ ടിവിക്ക് മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഇല്ല. ജനം ടിവിക്ക് കൊടുത്ത അതേ മറുപടി തന്നെയാണ് എല്ലാ സംഘപരിവാർ മാധ്യമങ്ങൾക്കും ഉള്ളത്. ഇനി നമോ ടിവിയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഒരു നിലവാരം ആവശ്യമാണ്. നമ്മളൊക്കെ സംസ്കാരമുള്ള മനുഷ്യരാണ്. നിലപാട്, നിലവാരം ഇതൊക്കെ നല്ല മനുഷ്യരിൽ കാണുന്ന ഒരു ഗുണമാണ്. അതില്ല എങ്കിൽ സമൂഹത്തില് അവർക്കുള്ള വില നഷ്ടപ്പെടും. പറഞ്ഞു വരുന്നത് നമോ ടിവിയെ കുറിച്ച് തന്നെയാണ്. ഒരു വാർത്ത ഒരാൾക്കെതിരെ നൽകുമ്പോൾ ആ വാർത്തയിൽ നിങ്ങൾ അദ്ദേഹത്തെ ഉന്നയിച്ച് പറയുന്ന പേരുകളെങ്കിലും ഒന്ന് ശരിയാക്കി പറയാനെങ്കിലും തയ്യാറാകണം. ആ പറഞ്ഞ പേരുകളിലുള്ള ആളുകളുടെ ചരിത്രങ്ങൾ വളരെ മോശമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പേര് വ്യക്തമായിരിക്കണം. ആ പേര് പോലും അറിയാത്ത നിങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം എങ്ങനെ അറിഞ്ഞു? അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾ എങ്ങനെ പഠിച്ചു? അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് ആരാണ് ഓതി കേൾപ്പിച്ചത്? പേര് പോലും അറിയില്ല. ഞാൻ പറഞ്ഞത് ഷഫീഉർ റഹ്മാനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞത് ഉമർ ഖാലിദിനെ കുറിച്ചാണ്. നമോ ടിവി എന്റെ പേര് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന ആളുകളുടെ പേര് പറയുന്നത് നോക്കൂ. ഇയാളുടെ മറ്റൊരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നു: സഫൂറയ്ക്ക് വേണ്ടി ശബ്ദമുയരണം, ഷമീർ റഹ്മാന് വേണ്ടി ശബ്ദമുയരണം, ഖാലിദ് ഉമറിനും ഉമർ ഖാലിദിനും വേണ്ടി ശബ്ദമുയരണം. ഇങ്ങനെ ശബ്ദമുയർത്താൻ ഇയാൾ ആർക്കു വേണ്ടി പറയുന്നുവോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ ഇയാൾ എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാകും. ഷമീർ റഹ്മാനോ? അങ്ങനെ ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാൾക്ക് UAPA ചുമത്തിയതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഷഫീഉർ റഹ്മാനെ കുറിച്ചിട്ടാണ്. മറ്റൊരു പേര് പറയുകയാണ് ഖാലിദ് ഉമർ എന്ന്. ഖാലിദ് ഉമർ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് UAPA ചുമത്തിയിട്ടില്ല എന്ന് ഈ അവതാരകയോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ഉമർ ഖാലിദിനാണ് UAPA ചുമത്തിയത്. പേരുകൾ പോലും കൃത്യമായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി പറയാൻ പറ്റാത്ത ഇവരാണ് പറയുന്നത് ഈ പേരുകളിൽ, അതായത് ഷമീർ റഹ്മാൻ, തെറ്റുപറ്റിയ പേരുകൾ, ഷമീർ റഹ്മാൻ, ഖാലിദ് ഉമർ, ഈ രണ്ടു പേരുകളിലുള്ള ആളുകളുടെ ചരിത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ രണ്ടുപേർ ആരാണെന്നും ഇവർക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ച ഞാൻ ആരാണെന്നും നിങ്ങൾക്കറിയുമെന്നാണ് ഈ അവതാരക പറയുന്നത്. ഇല്ലാത്ത രണ്ടുപേർക്ക് വേണ്ടിയിട്ട് ഞാൻ ശബ്ദിച്ചുവെന്നും ഇല്ലാത്ത രണ്ടുപേരുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത ചരിത്രത്തിൽ ഞാൻ ആരാണെന്നും അറിയുമെന്നാണ് ഈ അവതാരക തള്ളിവിടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിലവാരം എന്ന് പറയുന്ന സാധനം 7 അയലത്ത് പോയിട്ടില്ല. നിലപാട് എന്ന് പറയുന്ന സാധനം 7 അയലത്ത് പോയിട്ടില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിലപാടും നിലവാരവും മുഖ്യമാണ് ബിഗിലെ. പക്ഷേ ഇതൊന്നും ഇവിടെയില്ല. അതാണ് ഈ വസ്തുതകള് നമുക്ക് കാണിച്ചു തരുന്നത്. പേര് പോലും അറിയാതെ ഇല്ലാത്ത രണ്ടുപേരെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നവമാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തുന്ന ഇവരുടെയൊക്കെ പേക്കൂത്തുകൾ മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഇതൊക്കെ വ്യാജ പ്രചരണമാണ്. ഞാൻ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാകും. വ്യക്തമായ രീതിയിൽ കണ്ടന്റുകൾ വെച്ചിട്ട് ഞാൻ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്കെതിരെ കേസെടുക്കും. കേസെടുത്തു കഴിഞ്ഞാൽ നിലവിൽ ഇവർ ജാമ്യം ലഭിച്ചു നിൽക്കുകയാണ് നിബന്ധനകളോട് കൂടിയിട്ട്. എന്റെ ഒരു കേസും കൂടി വന്നു കഴിഞ്ഞാൽ, ഞാൻ പരാതിപ്പെട്ട് ഇവർക്കെതിരെ കേസെടുത്തു കഴിഞ്ഞാൽ, പോലീസുകാർ കൃത്യമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ ഈ പറഞ്ഞ വ്യാജ പ്രചരണം ഉൾപ്പെടുത്തിയിട്ട് ഇവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ കേസെടുത്തു കഴിഞ്ഞാൽ ഈ അവതാരകക്ക് ഉള്ളിൽ പോകേണ്ട ഒരവസ്ഥയുണ്ടാകും. പറയുന്നത് സൂക്ഷിച്ചു കേൾക്കുക. കളിക്കേണ്ടവരോട് കളിച്ചോ,
കളി പഠിച്ചവരോട് കളി പഠിപ്പിക്കാൻ വരല്ലേ. കാരണം ഇത് വേറെ മക്കളാണ് കേട്ടോ. നിങ്ങളെ കണ്ടാൽ പേടിച്ചു പോകുന്ന, നിങ്ങളുടെ വാർത്തകൾ കേട്ടാൽ പേടിച്ചോടുന്ന ഒരു കൂട്ടർ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം. അക്കൂട്ടത്തില് ഞങ്ങളെ പെടുത്തരുത്. പറഞ്ഞു വരുന്നത് മറുപടിയല്ല നിങ്ങൾക്ക് നൽകിയത്, നിലവാരം എന്താണ് എന്നുള്ളത് പഠിപ്പിച്ചു തരികയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.